സ്കെയിൽ വുഡിലാണ് ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വാൾപേപ്പറാണ്, പെയിന്റ് അല്ല. ഓപ്പൺ ആയിട്ടുള്ള ടി വി യൂണിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ 22,300 രൂപയാണ്. അതായത് നമുക്ക് 2 WPC ബോർഡിന്റെ റേറ്റ് 12,000 രൂപ ആണ്. നമുക്കിവിടെ ആയിരിക്കുന്ന PU പെയിന്റ് എന്ന് പറഞ്ഞാൽ റേറ്റിന്റെ കേസിൽ പല പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഇതിലും റേറ്റ് താത്തിക്കൊണ്ട് വരാൻ പറ്റും. സാധനങ്ങൾ വെക്കുന്ന ഏരിയയിൽ മാത്രം ബാക്കിയുള്ള ബോർഡുകളോ ഫസ്റ്റ് ഡിസൈൻ ചെയ്ത് നമസ്കാരം. നമ്മളെ വീട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ടി വി യൂണിറ്റ് എങ്ങനെയാണ് ഏറ്റവും ബഡ്ജറ്റ് കുറച്ച് ചെയ്യുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, വേണമെങ്കിൽ ലോ കോസ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. സ്പെക്ട്ര ഡെക്കോറാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളിവിടെ അപ്പർ ലിവിങ്ങിലാണ് ഞാൻ ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ടി വി യൂണിറ്റ് വളരെ ലോ കോസ്റ്റിൽ, അതായത് വളരെ ചുരുങ്ങിയ ചിലവിലാണ് ഞാൻ ആ ടി വി യൂണിറ്റ് ഫുള്ളായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അന്ന് നമ്മുടെ ഹോം ടൂർ വീഡിയോയിൽ ഇതൊരു പക്ഷേ കണ്ടിരിക്കാം. പക്ഷേ അന്ന് പലരും പറഞ്ഞിരുന്നതാണ് ടി വി യൂണിറ്റ് എങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ എത്ര ബഡ്ജറ്റായി എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന്. ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ടി വി യൂണിറ്റിൻ്റെ, അതായത് ഏറ്റവും ലോ ബഡ്ജറ്റായിട്ട് എങ്ങനെ ഒരു ടി വി യൂണിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ജയശങ്കർ ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ടി വി യൂണിറ്റ് എന്തൊക്കെ മെറ്റീരിയൽ ചെയ്യാമെന്ന് ചോദിച്ചാൽ, പണ്ട് ഞാൻ തുടങ്ങിയ കാലത്ത് ഒരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ WPC സ്കെയിൽ വുഡിലാണ് ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് പറയാം. ഒന്ന് ഈ കാണുന്ന MS നമ്മൾ PU പെയിൻറ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഇതിൻ്റെ ബാക്കിലുള്ള വാൾപേപ്പർ, ഇത് വാൾപേപ്പറാണ്, പെയിൻ്റ് അല്ല, ടെക്സ്ചർ പോലത്തെ വാൾപേപ്പർ ചെയ്തിരിക്കുകയാണ്. പിന്നെ അത് കൂടാതെ നമ്മുടെ നോർമലി ഉള്ള WPC പ്ലാസ്റ്റിക് കോമ്പോസിറ്റ്, അത് സ്കെയിൽ വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഡബിൾ തിക്നെസ്സിലാണ് എല്ലായിടത്തും WPC കൊടുത്തിരിക്കുന്നത്. കൂടാതെ അതിൽ PU പെയിൻറ്റും കൂടെ ആഡ് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ ടി വി യൂണിറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ടുള്ള ടി വി യൂണിറ്റാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ടി വി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടി വി യൂണിറ്റ് നമുക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ഈ ഒരു ഭിത്തി, ഈ പൂർണ്ണമായിട്ടുള്ള ഭിത്തി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 11.5, അതുപോലെ 11.5 സൈസ്, അതായത് 11.5 അടി നീളം. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 11.5 അടിയാണ്. അത്രയും തന്നെ 11.5 അടി വീതിയും വരുന്ന വലിയൊരു ഭിത്തിയാണിത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചിരുന്നു നമുക്ക് താഴത്തെ ഏരിയയിൽ, ലിവിങ് ഏരിയയിലൊന്നും ടി വി യൂണിറ്റ് ഉണ്ട്. അതിനൊരു റീസൺ ഉണ്ട്. ഇത്രേ ഉള്ളൂ. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലും പലരും വരുമ്പോഴത്തേക്കും, അതായത് വീട്ടിലേക്ക് ആൾക്കാർ വരുമ്പോഴത്തേക്കും ഒന്നുകിൽ ചെറിയ കുട്ടി ഉണ്ടാവും, ആ കുട്ടി ടി വി വെച്ചുകൊണ്ടിരിക്കും. മുതിർന്ന ഒരാളുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യാം, കുട്ടി വെക്കുന്ന കാർട്ടൂൺ ആണെങ്കിൽ മുതിർന്ന ആൾക്കാർ എപ്പോഴും വാർത്ത വെച്ചുകൊണ്ടിരിക്കും. ആ ഒരു സാധനം ഇതിനകത്ത്. പിന്നെ ഞങ്ങൾ പൊതുവെ ടി വി അങ്ങനെ കാണുന്ന ആൾക്കാരല്ല. പക്ഷെ ചില വാർത്തകൾ, അതുപോലെ ചില പ്രത്യേക ഒക്കേഷൻസിൽ സിനിമകൾ ഒരുമിച്ചിരുന്ന് കാണുക, എല്ലാം ഒരുമിച്ചിരുന്ന് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം ടി വിയുടെ ഉപയോഗം കുറവാണ്, പക്ഷേ ഉപയോഗിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴേന്ന് എന്ത് ചെയ്തു, ടി വി യൂണിറ്റ് നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് മാറ്റിയെടുത്തു. ഇത് ശരിക്കും അപ്പർ ലിവിങ് ആണ്. അങ്ങോട്ടാണ് ടി വി യൂണിറ്റിനെ മാറ്റിയെടുത്തത്. മാറ്റിയെടുത്ത സമയത്ത് ആദ്യം തന്നെ നമ്മുടെ സ്പെക്ട്ര ഡെക്കോർ ആഷെടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ടി വി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സീംലെസ് ആയിരിക്കണം, സ്ലീക്കായിട്ട് ഫീൽ ചെയ്യണം. ഒരിക്കലും ഒരു ഭിത്തിയിൽ അങ്ങനെ നമ്മൾ പലപ്പോഴും സാധാരണ കാണുന്നത് പോലെ കബോർഡുകൾ ചെയ്ത് അതിനകത്ത് ലൂവേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ആവരുത് എന്ന് പറഞ്ഞിരുന്നു. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തത്. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. വളരെ സീംലെസ് ആയിട്ടുള്ള, അതായത് ഓപ്പൺ ടി വി യൂണിറ്റ് എന്നാണ് പൊതുവെ ഇതിന് പറയുന്നത്. ഓപ്പൺ ടി വി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കബേർഡ്സ് പോലെ ഒന്നും തന്നെ ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. സാധാരണഗതിയിൽ ഈ ഒരു ഏരിയയിലൊക്കെ ഓപ്പൺ ആക്കിയെന്ന് പറഞ്ഞാലും താഴെ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും സാധാരണ നമ്മുടെ സെറ്റപ്പ് ബോക്സ് ഇരിപ്പുണ്ട്, കൂടാതെ നമ്മുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടുള്ള DVR ഇരിപ്പുണ്ട്. ഇത് സാധാരണ ക്ലോസ് ചെയ്യാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ക്ലോസ്ഡിലോട്ട് പോകും എന്നതുകൊണ്ട് ഇതെന്ത് ചെയ്തു, ഓപ്പൺ ആക്കി ചെയ്തു. ഇനി ഇതൊരു വൃത്തികേടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാണുന്ന ആൾക്കാർക്ക് പല രീതിയിലായിരിക്കും അത് തോന്നുക. പക്ഷേ എൻ്റെ ആവശ്യം ഇത് പൂർണ്ണമായിട്ട് ഓപ്പൺ ടി വി യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്തു, നമ്മൾ ഒട്ടും തന്നെ മറയ്ക്കാതെ ഫുൾ ഓപ്പൺ ആക്കി ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യേകത. അത് ഒരു കോസ്റ്റിനെ, ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ കോസ്റ്റ് എത്രയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കോസ്റ്റ് എങ്ങനെ ആയി എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ടോട്ടൽ ഈ ടി വി യൂണിറ്റിനായിരിക്കുന്നത് 22,300 രൂപയാണ്. അതായത് 23,000 രൂപയ്ക്ക് താഴെയാണ് ഈ ടോട്ടൽ ടി വി യൂണിറ്റിന് ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന്. അതിൽ ടി വി യൂണിറ്റ് വരുമ്പോൾ ടി വി അതിനകത്ത് കൂട്ടത്തില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ. ബേസിക് ആയിട്ട് വന്നിരിക്കുന്നത്, ഒന്ന്, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന
WPC. WPC യൂസ് ചെയ്ത സമയത്ത് നമ്മുടെ സ്കെയിൽ വുഡ് ആയിരുന്നു. സ്കെയിൽ വുഡ് WPCയുടെ റേറ്റ് ഒരുപക്ഷെ നിങ്ങൾക്കറിയായിരിക്കും, ഏതാണ്ട് 6000-ഓളം രൂപ വരുന്നതാണ്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന 2 WPC ബോർഡ് തികച്ചു വന്നിട്ടില്ല, ഏതാണ്ട് 1.5 ബോർഡേ വന്നിട്ടുള്ളൂ. പക്ഷേ 2ൻ്റെ റേറ്റ് നമ്മൾ കൂട്ടണം. ഇവിടെ നമുക്ക് 2 WPC ബോർഡിൻ്റെ റേറ്റ് 12,000 രൂപ ആണ് നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്നത്. കൂടാതെ MS-ന് ടോട്ടൽ ആയിരിക്കുന്നത് ഏതാണ്ട് 4000 ചില്ലറ, 4800 4000 എഴുതി വെച്ചിട്ടുണ്ട്, 4800 രൂപ മറ്റേ ആയിട്ടുള്ളൂ MS-ന് വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 16,800 പ്ലസ് PU പെയിൻറ്റിൻ്റെ ചിലവ്, PU പെയിൻറ്റ് പ്ലസ് നമ്മുടെ എന്താ പറയുക പണിക്കാരുടെ കാശോട് ഉൾപ്പെടെ ബാക്കി വന്നിരിക്കുന്ന ഏതാണ്ട് 2700 രൂപ അതിനായിട്ടുണ്ട്. ബാക്കി വന്നിരിക്കുന്ന പ്രൈസ് ആയിരിക്കുന്നു നമ്മുടെ ബാക്കിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ പറയുന്ന വാൾപേപ്പറിനാണ്. വാൾപേപ്പറിൻ്റെ ഏരിയ നമുക്ക് ഒരു സിയാൻ കളർ, ഇവിടുത്തെ ഒരു കളർ ടോൺ നമ്മളങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുപോയിരിക്കുന്നു. അങ്ങനെ എല്ലാം കൂടെ ചേർത്തായിരിക്കുന്നതാണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ 22,300 രൂപ എന്ന് ഞാൻ പറയാൻ കാര്യം. ഇതിൽ എന്തുകൊണ്ട് 22,300 രൂപയ്ക്ക് ഇതിൽ നിന്നു എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു സീംലെസ് ഡിസൈൻ തന്നെയാണ്. കാരണം ഒരിടത്തും ഡോറുകളില്ല, ഡോറുകളുടെ പ്രൈസ് നമുക്ക് കുറഞ്ഞു കഴിഞ്ഞു. പിന്നെ നോർമലി ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കബോർഡ്സ് ചെയ്യും, അതിനകത്ത് പ്ലൈവുഡുകൾ ധാരാളമായിട്ട് യൂസ് ചെയ്യേണ്ട, പ്ലൈവുഡ് എന്നല്ല ഉപയോഗിക്കുന്ന ഏത് ബോർഡാണോ അത് ധാരാളമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് ടോട്ടൽ ആയിരിക്കുന്ന ബോർഡിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 2 WPC ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഏരിയയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് MS ആണ്. MS എന്ന് പറഞ്ഞാൽ അറിയാം, GI ഉണ്ട്, അതായത് ഗാൽവനൈസ്ഡ് അയൺ, GP ഗാൽവനൈസ്ഡ് പൈപ്പ്, ദെൻ മൈൽഡ് സ്റ്റീൽ ആയിട്ടുള്ള MS വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ മെറ്റലാണ്. സ്റ്റീൽ പോലെയല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് ചിലവ് കുറഞ്ഞ മെറ്റലാണ്. അത് യൂസ് ചെയ്യുന്നു. ദെൻ നമുക്ക് PU പെയിൻറ്റ് നേരെ സ്പ്രേ ഇടുന്നു. നിസ്സാരമായിട്ട് നമുക്കിവിടെ ആയിരിക്കുന്ന PU പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 ലിറ്ററിന് അടുത്തായിട്ടുള്ളൂ. PU പെയിൻറ്റിൻ്റെ റേറ്റ് കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. PU പെയിൻറ്റ് നമുക്കായിരിക്കുന്ന ഏകദേശം 1000, ഇവിടെ അടിച്ചിരിക്കുന്ന എല്ലാം കൂടെ ടോട്ടൽ 1 ലിറ്ററേ ആയിട്ടുള്ളൂ. അതിനൊക്കെ ഏതാണ്ട് 1000 രൂപയ്ക്ക് അടുത്തേ വന്നിട്ടുള്ളൂ. ടോട്ടലാണ് ഞാൻ ഈ പറഞ്ഞ റേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചത്, ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഭിത്തി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ഈ ഒരു ഏരിയ അങ്ങനെ വിട്ടിട്ട്, കാര്യം പുറത്തോട്ടിറങ്ങാനായിട്ടുള്ള സ്പേസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്, ആ ഏരിയ പൂർണ്ണമായിട്ട് അങ്ങനെ വിട്ട് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു TV യൂണിറ്റാണ് ഈ റേറ്റിൽ തീർന്നിരിക്കുന്നത്. ഇനി നമുക്ക് റേറ്റിൻ്റെ കേസിൽ പല പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഇതിലും റേറ്റ് താത്തിക്കൊണ്ട് വരാൻ പറ്റും. അതിൻ്റെ ഒരു കാരണത്തോടെ പറയാം. WPC സ്കെയിൽ വുഡിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു, ഒരു ഷീറ്റിൻ്റെ റേറ്റ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇതേ സാധനം പ്ലൈവുഡ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ, മറൈൻ പ്ലൈവുഡ് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, മറൈൻ പ്ലൈവുഡ് അതിൻ്റെ മുകളിൽ ഒരു ലാമിനേഷൻ ഷീറ്റാണ് വരിക. മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ നമുക്ക് ഒരു ഷീറ്റിന് ഏതാണ്ട് നമ്മൾ ഈ പറഞ്ഞ 6000-ൻ്റെ സ്ഥാനത്ത് 3000 രൂപയ്ക്ക് തീരും. 2 ഷീറ്റ് 6000 രൂപയ്ക്ക് നമുക്ക് തീരും. പൂർണ്ണമായിട്ട് 2 ഷീറ്റ് ഉപയോഗിച്ചു എന്നതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻറ്റീരിയറിനൊക്കെ ഉപയോഗിക്കുന്ന എന്ത് ചെയ്യാം, ബാക്കി വരുന്ന ബാലൻസ് ഷീറ്റുകൾ ഇതിനകത്തോട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനോട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ 22 രൂപ എന്ന് പറയുന്ന വീണ്ടും നമുക്ക് താത്തിക്കൊണ്ടുവന്ന് ഒരു 18 രൂപയ്ക്കോ അല്ലെങ്കിൽ 19 രൂപയ്ക്കോ ഒക്കെ ഈ സംഗതി ചെയ്യാൻ പറ്റും. ഇതിന് WPCക്ക് പകരം ഉപയോഗിക്കുന്നത് മറൈൻ പ്ലൈവുഡ് ആണ് എന്നുണ്ടെങ്കിൽ. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ്. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മറൈൻ പ്ലൈവുഡ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, WPC ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിലോട്ട് TV യൂണിറ്റ് അപ്ലൈ ചെയ്യാറുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്കില്ലേ ഇല്ല. ഡയറക്റ്റ് ഭിത്തിയിലോട്ടായിരിക്കും എന്ത് വരിക, TV ആപ്ലിക്കേഷൻ വരിക. ആ TVക്ക് ചുറ്റുമായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ഈ യൂണിറ്റ് സെറ്റ് ചെയ്യുക. സാധാരണ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ട് അതിലോട്ട് TV വെക്കുന്ന രീതിയുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനെന്ത് വരും, റേറ്റ് കൂടി വരും. മറൈൻ പ്ലൈവുഡൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും 35,000 40,000 ഒക്കെ നമ്മുടെ ആ ഒരു TV യൂണിറ്റിനായി എന്ന് പറയുന്നതിൻ്റെ റീസൺ കൂടിയതാണ്. ഇനി അതല്ല, റബ്ബർ വുഡ് ഫിംഗർ ജോയിൻറ്റിൽ പോലും നമുക്കൊരു സാധനം വാങ്ങിച്ചെടുത്താൽ, ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ റബ്കോഡ് ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിൽ പോലും നമുക്ക് വന്നിരിക്കുന്ന ഏതാണ്ട്, അന്ന് ഞാൻ റേറ്റ് പറഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് 28,000 രൂപ ആ ഒരു പ്രൊഡക്റ്റിന് മാത്രം വന്നിട്ടുണ്ട്. TV യൂണിറ്റ് നിങ്ങൾ പലപ്പോഴും പലയിടത്തും ചെന്ന് റേറ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള വില മനസ്സിലാവും. ഇനി നമ്മൾ WPC പറഞ്ഞു, മറൈൻ പ്ലൈവുഡ് പറഞ്ഞു, HDF MDF അങ്ങനെയുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും ഈ പറഞ്ഞ 19,000 രൂപയിൽ നിന്നൊക്കെ വീണ്ടും ഈ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും കുറഞ്ഞു വരും. അതുകൂടാതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് അലൂമിനിയമാണ്. അലൂമിനിയം ചെയ്യുമ്പോഴും നമുക്കിത് അലൂമിനിയം ചെയ്യുമ്പോഴത്തേക്ക് എന്താ, MS യൂസ് ചെയ്യൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ഏരിയ നമുക്ക് ഭാരമുള്ള സാധനങ്ങൾ വെക്കുന്ന ഏരിയയിൽ മാത്രം ബാക്കിയുള്ള ബോർഡുകളോ ബാക്കിയുള്ള ഏരിയയിലൊക്കെ അലൂമിനിയത്തിൻ്റെ അല്ല അക്രലിക്കിൻ്റെ ബോർഡുകളൊക്കെ വെച്ച് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഈ റേറ്റ് താത്തിയെടുക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ TV യൂണിറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാത്തൊരു സാധനം, ഒന്ന് ഏസ്തറ്റിക്സ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്, 2 ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്.
നമ്മൾ പലയിടത്തും കണ്ട ആ ഒരു സാധനം അഡോപ്റ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. നമ്മളൊരു റൂമിന് ഇപ്പോൾ ഈ അപ്പർ ലിവിങ് എടുത്തു കഴിഞ്ഞാൽ ഈ അപ്പർ ലിവിങ്ങിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 372 360 ബാൽക്കണി ഒഴിവാക്കിക്കൊണ്ടുള്ള സൈസാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഞങ്ങളിതാ ഇങ്ങോട്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇത് ഞാൻ പൂർണ്ണമായിട്ടുള്ളവർ പറയുകയല്ല. ഇവിടെ നമ്മളൊരു സിയാൻ കളറാണ് ഓപ്റ്റ് ചെയ്തത്. നമ്മുടെ ഇതിനകത്ത് ഓപ്ഷൻ സിയാൻ കളറായിരുന്നു. ആ സിയാൻ കളർ തന്നെ എന്ത് ചെയ്തു, നമ്മൾ റഗ്ഗിനും വാങ്ങിച്ചു. ആ റഗ്ഗ് അതേ സിയാൻ കളർ നമ്മൾ എന്ത് ചെയ്തു, ഈ പ്രോഡക്റ്റിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. ബാക്ക് സൈഡിൽ ഇട്ടിരിക്കുന്ന ആ ഒരു നമ്മുടെ വാൾപേപ്പർ, അതിനോട് ചേർന്നിട്ട് ബ്ലാക്ക് ഗ്രേ എന്ന് പറയുന്ന കോമ്പിനേഷനാണ് ഇവിടെ പൂർണ്ണമായിട്ടും കൊണ്ടുവന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡെക്കറിങ് എലമെൻറ്റ്സ്, ഈവൻ ഈ 2 പോട്ട് ആയിക്കോട്ടെ, മുകളിലിരിക്കുന്ന ബുദ്ധ സ്റ്റാച്യു ആയിക്കോട്ടെ, ഇതെല്ലാം ആ ഒരു ബ്ലാക്ക് കളറിനെ അങ്ങനെ എന്താ പറയുക, അതിനോടനുബന്ധിച്ചിട്ടുള്ള കളറ് പൂർത്തിയാക്കി കൊണ്ടുപോയി, അല്ലെങ്കിൽ പൂർണ്ണമായി കൊണ്ടുപോയി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അങ്ങനെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, വളരെ ഈസി ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു TV യൂണിറ്റാണ് എൻ്റെ വീട്ടിൽ ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതിൽ ഉള്ള മെറ്റീരിയൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. നമുക്ക് WPC മാറ്റി അതിൽ മറൈൻ പ്ലൈവുഡ് ചെയ്യാം. മറൈൻ പ്ലൈവുഡ് ചെയ്യുമ്പോൾ വീണ്ടും ഇതിനകത്ത് നമുക്ക് റേറ്റ് കുറയ്ക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ. ഇനി അല്ലാതെ നമുക്ക് അതിനകത്ത് MDFO HDFO റബ്ബർ വുഡ് ഫിംഗർ ജോയിൻറ്റ് ബോർഡുകളോ, ഇവിടെ ബോർഡുകൾ ഏതും ആകാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു എസ്തറ്റിക്സിനെ അനുസരിച്ച് വരണം എന്ന് മാത്രം. ഇവിടെ ഈ ഒരു സൈസിന്, ഈ റൂം സൈസിന് ചേർന്നിട്ടുള്ള ഒരു TV യൂണിറ്റ് ആ ഒരു ഫുൾ ഭിത്തിയിൽ ചെയ്തെടുത്തു എന്നത് മാത്രമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രത്യേകതയാണ് നമ്മളിതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. കളർ കോമ്പിനേഷൻ കൃത്യമായിട്ട് അങ്ങനെ കളർ കമ്പൈൻ ചെയ്ത് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുപോലെ കൃത്യമായിട്ട് വരികയും ചെയ്തു ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ. പലപ്പോഴും TV യൂണിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്, അതിനകത്ത് കളർ കോമ്പിനേഷനൊക്കെ ശ്രദ്ധിച്ചാലും മെറ്റീരിയൽ ശ്രദ്ധിച്ചാലും അതിനകത്തുള്ള ചില സംഗതികൾ, ചില എലമെൻറ്റ്സ് ബഡ്ജറ്റിൽ നമുക്ക് തെറ്റുപറ്റുന്ന ആ എലമെൻറ്റ്സ് മാറിപ്പോകുമ്പോഴത്തേക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഗ്ലാസ് ഡോറുകൾ കൊടുക്കാം. ഇവിടെ ഗ്ലാസ് ഡോറുകൾ കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യം പൂർണ്ണമായിട്ട് ഓപ്പൺ ആക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഗ്ലാസ് ഡോറുകൾ ഒഴിവാക്കി വിട്ടത്. ഗ്ലാസ് ഡോറുകൾ എന്നുള്ള ടോട്ടൽ ഡോറുകൾ ഒഴിവാക്കി വിട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം തന്നെ നിങ്ങൾ ഡിസൈൻ എടുക്കുക. ഡിസൈൻ എടുത്തതിന് ശേഷം പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുക. അത് ചെയ്യാനുള്ള ആൾക്കാർ കൃത്യമായിട്ട് ചെയ്തു തരും എന്ന് ഉറപ്പുവരുത്തുക. ഓരോ പ്രൊഡക്റ്റിന് റേറ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, അതിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ബാക്കി വന്നിട്ടുള്ള ബാലൻസ് നമുക്ക് ബോർഡുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് TV യൂണിറ്റ്. പുതുതായിട്ട് ചെയ്യാൻ പറ്റുന്നതിലോട്ട് വരുമ്പോഴത്തേക്കാണ് എക്സ്ട്രാ ബോർഡുകൾ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ആലോചിച്ച് കൃത്യമായിട്ട് അറിഞ്ഞ് നമ്മൾ തിരഞ്ഞെടുക്കുക ഏതാണ് നമ്മുടെ പ്രോഡക്റ്റ്, അതിന് ഉപയോഗിക്കേണ്ട മെറ്റീരിയൽ എന്നുള്ളതും ഏത് രീതിയിൽ ഡിസൈൻ ചെയ്യണം എന്നുള്ളതും. എപ്പോഴും TV യൂണിറ്റ് അല്ല, എന്ത് ഇൻറ്റീരിയർ ആസ്പെക്റ്റിലുള്ള എന്ത് സാധനമായിക്കോട്ടെ ഫസ്റ്റ് ഡിസൈൻ ചെയ്ത്, ഒരു ഡിസൈനറുണ്ട് ആ ആളെ കൊണ്ട് അത് ഡിസൈൻ ചെയ്യിച്ച് എത്രയൊക്കെ മെറ്റീരിയൽ വേണം എന്ന് ഉറപ്പുവരുത്തി എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് ആദ്യം തന്നെ ഇൻറ്റീരിയർ ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ TV യൂണിറ്റുകൾ നിങ്ങൾക്ക് ഭംഗിയാക്കാൻ പറ്റും. അതിലുപരി നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്തത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 22,300 രൂപ, 300 രൂപ എന്നുള്ളത് കട്ട് ചെയ്തേക്കുക, 22,000 രൂപയ്ക്ക് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് വരും. ഇതുപോലെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ എസ്തെറ്റിക്കലി ഗംഭീരമായിട്ട് സ്പേസ് ഒക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെ നമ്മുടെ ബെഡ്റൂംസ് സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മുടെ വീഡിയോ വരുന്നുണ്ട്, നിങ്ങൾ കാണുക. ഇനിയും വരും ഇതുപോലുള്ള മികച്ച വീഡിയോയും. അതിനായിട്ട് കാത്തിരിക്കുക. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.